വക്കൈഫ തസ്ബീറു സിമ്പിൾ നിയമ റായിന് നമ്മൾ ഒന്നുകൊണ്ട് കനപ്പിക്കണം, ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അലായിൽ അറിയാലോ, അലായിൽ എന്താ ഉള്ളത്? ഓക്കെ, അലായിൽ ലാമിൽ മദ്ദസ്ലി ഉണ്ട്, മായിലും ഉണ്ട് മദ്ദസ്ലി, ഒരു അലിഫ് കിട്ടുക. അടുത്ത നിയമം, മെയിൻ നിയമം ലം തുഹിത്ത്. ലം തുഹിത്തിൻ്റെ അവിടെ എത്ര നിയമമുണ്ട്? ലം തുഹിത്ത് എന്നുള്ള വാക്കിൽ അതിന് കൽക്കലൊക്കെ മുമ്പ് നിയമമില്ലേ? ലം തുഹിത്ത് സാക്കിനായ മീമിൻ്റെ നിയമമില്ലേ? മെയിൻ നിയമം സാക്കിനായ മീമിൻ്റെ 3 നിയമങ്ങൾ. ഏത് നിയമം അവിടെ ഉള്ളത്? തൗബ തൗബ. സാക്കിനായ മീമിന് ശേഷം ബാ മീം അല്ലാത്ത ഏത് അക്ഷരം വന്നാലും നിയമത്തിൻ്റെ പേര് ഇൽഹാർ ഷഫവി. അസ്സലാമു അലൈക്കും വബറകാതുഹു. ഇൽഹാർ ഷഫവിയാണ്, മാറിപ്പോയതാണ്, ഉദ്ദേശിച്ചത് തന്നെയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇൽഹാർ ഷഫവി വരുമ്പം മണിക്കാതെ വ്യക്തമാക്കി ഓതണം. ഏതൊക്കെ അക്ഷരങ്ങൾ ഒഴിവാക്കണം? ബാ മീം അല്ലാത്ത ഏത് അക്ഷരം സാക്കിനായ മീമിന് ശേഷം വന്നാലും എന്ത് ചെയ്യണം? മണിക്കാതെ വ്യക്തമാക്കി ഓതണം. അപ്പോൾ എങ്ങനെ ഓതണം? ലം തു, ലം തു മണിക്കാൻ പാടില്ല. അതുപോലെ തന്നെ തുഹിത്ത് എന്ന് പറയുമ്പം തായിന് സുക്കൂൻ വന്നിട്ടുണ്ട്, എന്ത് ചെയ്യണം? കൽക്കല ചെയ്യണം. ഏതൊക്കെ അക്ഷരങ്ങളാണ് കൽക്കലേണ്ടത്? ഖാഫ്, ഖാഫ് എന്നൊന്നും പറയാല്ലേ പഠിച്ചോനെ. ഖാഫ്, ത്വാ, ബ, ജീം, ദാൽ. ഖാഫ് നമുക്ക് പറയാമായിരുന്നു എപ്പോൾ വരെ? നമ്മളെ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് വരെ. ഖാഫ്, ഖാഫ്, ത്വാ, ബ, ജീം, ദാൽ. അപ്പോൾ ഈ 5 അക്ഷരങ്ങൾക്ക് സുക്കൂൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിനെ അമർത്തി ഉച്ചരിക്കണം. അപ്പോൾ എങ്ങനെ അമർത്തി ഉച്ചരിക്കുക? തുഹിത്ത് എന്ന് ഓതണം, അല്ല തുഹിത്ത് എന്ന് ഓതരുത്. തുഹിത്ത് ബിഹി എന്ന് ഓതരുത്, തുഹിത്ത് ബിഹി, ത് എന്നുള്ള സൗണ്ട് വരണം. ഇനി ബിഹി എന്നുള്ളടത്ത് ഹായിൽ മദ്ദസ്ലി, ഓക്കെ, അത് സ്പീഡിൽ പോവുക. ഇനി അടുത്ത ഖുബറൻ എന്ന് പറയുന്ന സ്ഥലത്ത് എന്തൊക്കെ നിയമങ്ങളുള്ളത്? ഒന്ന് ബായിന് സുക്കൂൻ വന്നിട്ടുണ്ട് അല്ലേ? കൽക്കല ചെയ്ത് ഓതണം. ഖുബ്റ എന്ന് ഓതരുത്, പിന്നെ എങ്ങനെ ഓതണം? ഖുബ്റ എന്ന് ഓതണം. അതേപോലെ തന്നെ അവിടെ ആയത്തിൻ്റെ അവസാനം ആയതുകൊണ്ട് ഒരു അലിഫ് അല്ലെ അലിഫിൻ്റെ അളവ് നീട്ടി നിർത്തണം. അതേപോലെ തന്നെ റായിനെ കനപ്പിക്കണം. കാരണം എന്താ? ഇരട്ട ഫതഹ് വന്നതുകൊണ്ട്. ഓക്കെ, സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പം നോക്കി നോക്കാം. വകൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബ്റാ. ഒന്നും കൂടെ. വകൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബ്റാ. ഒന്നും കൂടി. وكيف تصبر على ما لم تحط به خبرا. അത്ര പ്രയാസമുള്ള ആയത്തല്ലല്ലോ. അവിടെ എല്ലാവരും ഓതണ്ട, ഞാൻ പറയുന്ന ആൾക്കാർ ഓതിയാൽ മതി. നിങ്ങളൊന്ന് ഓതി നോക്കിയോളി. ഓത അറിയുന്ന ആൾക്കാരെ കൊണ്ട് ഓതിപ്പിക്കുക. ഒന്നും കൂടെ ആ തുഹിത്ത് കേൾക്കണം. ഓക്കെ, നമ്മൾ സിം സിം വായിച്ചാണല്ലോ. നിങ്ങളൊന്ന് ഓതി നോക്കിയോണേ. തുഹ്ത് ഹായിന്റെ കസർ തുഹിത്ത്, തുഹിത്ത്. ഓക്കെ, ശ്രദ്ധിക്കാൻ എന്തറിയോ? ആ തുഹിത്ത് എന്നുള്ള വാക്കിൽ നമ്മൾ കുറച്ച് സ്പീഡ് കൂടി പോയി കഴിഞ്ഞാൽ ആ ഹായിന്റെ കസർ വ്യക്തമാവില്ല. തുഹ്ത് എന്നല്ല, തുഹിത്ത്, തുഹിത്ത്. പ്രത്യേകം ശ്രദ്ധിക്കുക. തുഹിത്ത് ഒന്ന് ഓതി നോക്കിയോ. وكيف تستصبر على ما لم تحط به خبرا. ഓക്കെ, മാഷാ അല്ലാഹ്. നിങ്ങളിവിടെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടിട്ടാ. ഓക്കെ, അപ്പോൾ അടുത്ത ആയത്തിലേക്ക് പോവാം. സിമ്പിൾ ആയതായതുകൊണ്ട് നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോവാം. ഇനി ഖാല മദ്ദസ്ലി പ്രത്യേകിച്ച് പറയുന്നില്ല. സതജിദുനി, സതജിദുനി എന്നുള്ള വാക്കിൻ്റെ അവസാനം നോക്കിയേ, അവിടെ ഹുറൂഫുൽ മദ് വരുന്നുണ്ട്. പക്ഷെ അതിന് ശേഷം വന്നിരിക്കുന്ന അക്ഷരം ഏതാ? ഹംസ. അത് ഏതാ മദ്? ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? മദ് അസ്ലിയാണ്, മദ് ഫറയാണെന്ന് പറയണം. പിന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? മദ് ഫറയാണ്. മദ് ഫറയിൽ തന്നെ ഏത് വിഭാഗ? മദ് മുൻഫസിലാണ്. എന്തുകൊണ്ട്? ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസ നെക്സ്റ്റ് പദത്തിൽ വന്നതുകൊണ്ട് മദ് മുൻഫസിലും കൂടെയാണ്. അപ്പോൾ കൂടുതൽ നീട്ടുക. സതജിദുനി, എന്താണ്? സതജിദുനി. ഇനി അടുത്ത നിയമം ഇൻ എന്ന് പറയുമ്പം എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ സാക്കിനായ നൂന് വരുന്നുണ്ട്. അതിനുശേഷം വന്നിരിക്കുന്ന അക്ഷരം ഷീനാണ്. ഏതായിരിക്കും നിയമം? ഇഖ്ഫ ആണ്. 15 അക്ഷരമുള്ള ഇഖ്ഫ ആണ് നിയമം. ഇഖ്ഫ വന്നാൽ എന്താ ചെയ്യേണ്ടത്? എങ്ങനെ എന്ത് ചെയ്യണം? മറിച്ചല്ല, മറച്ചു മണിക്കണം. ഞാൻ 2-3 മുമ്പ് നമ്മുടെ കാര്യം പറഞ്ഞിരുന്നു. ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങൾ ക്ലിയർ ആണ് എല്ലാവർക്കും ഇപ്പം? ഞാൻ ഇല്ലാത്തതുകൊണ്ട് അല്ലേ? പറഞ്ഞു അന്ന്, നിങ്ങളെന്നല്ലേ പറഞ്ഞു അന്ന്?
ആ 15 അക്ഷരങ്ങൾ പറയാൻ പറ്റുമോ എല്ലാവർക്കും ഓർഡറായിട്ട്? ഓക്കെ, ഇനി അടുത്ത ആഴ്ച ഞാൻ ഇതിനെ ചോദിക്കാം. ഏതൊക്കെയാ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. അലിഫ് എന്തായാലും നമ്മൾ ഒരു നിയമത്തിലും കൂട്ടുന്നില്ല. ബ എവിടെ വരുന്നതാണ്? ഇഖ്ലാബിൽ വരുന്നതുകൊണ്ട് ബായിനും കൂട്ടില്ല. സ്റ്റാർട്ടിങ്ങിന് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? താഴ്ന്നാണ് തുടങ്ങുന്നത്. ഇഖ്ഫാൻ്റെ അക്ഷരങ്ങൾ താഴ്ന്ന് തുടങ്ങും. ത സ, ബ കഴിഞ്ഞിട്ട് ഒഴിവാക്കി ത സ ജീം, ഈ 3 അക്ഷരങ്ങൾ അടുപ്പിച്ച്. അത് കഴിഞ്ഞാൽ ഹാവും ഹാവും ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അത് ഇൽഹാറിൽ വരുന്നതുകൊണ്ട്. പിന്നെയോ ദാൽ ദാൽ, അത് നമ്മുടെ നിയമത്തിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ഒറിജിനൽ അക്ഷരം വരേണ്ടത് റാ ആണ്. റാ വരാൻ പറ്റില്ലല്ലോ. എന്തുകൊണ്ട്? അത് എവിടെ വരുന്നുണ്ട്? ഇദ്ഗാം ബിലാ ഗുന്നയിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ റാ കഴിഞ്ഞ അടുത്ത അക്ഷരം സ, ഇഖ്ഫായിലേക്ക് പെടുത്താം, കാരണം വേറെ ഒന്നിലും വരുന്നില്ല. സ മുതൽ പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അക്ഷരങ്ങൾ ഇഖ്ഫായി വരുന്നുണ്ട്. ഇത് സ, സീൻ, ഷീൻ, സ്വാദ്, ളാദ്, ത്വാ, ള, ഇത്രയും അക്ഷരങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇടയിൽ ഒഴിവാക്കേണ്ടത് ഏതൊക്കെയാ? ഐനും ഗൈനും. ഐൻ ഗൈൻ എന്തുകൊണ്ട് ഒഴിവാക്കി? അത് എവിടെ വരുന്നുണ്ട്? ഇൽഹാറിൽ വരുന്നുണ്ട്. പിന്നെ അടുത്ത കണ്ടിന്യൂസ് ആയിട്ട് ഫ ഖാഫ് കാഫ് എഴുതുക. ഒന്ന് ഞാൻ പറയാം. ത സ ജീം ദാൽ ദാൽ ഫ്ലു കഴിഞ്ഞ് എവിടെ വരെ എത്തി? സ സീൻ ഷീൻ എഴുതിക്ക്. ബാക്കി സ്വാദ് ളാദ് ത്വാ ള, അത് കഴിഞ്ഞാൽ പിന്നെ ഫ ഖാഫ് കാഫ്, ഫ ഖാഫ് കാഫ്. ഇനി എണ്ണി നോക്കിയോ 15 അക്ഷരം ഉണ്ടോ എന്നുള്ളത്. അല്ല, നിങ്ങൾ നോട്ട് ഇപ്പോഴും ഇൻകംപ്ലീറ്റ് തന്നെ ആണോ എല്ലാവരും? അത് കംപ്ലീറ്റ് ആണോ എന്നുള്ളതാണ്. അതിന് ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ഓരോരുത്തരും പുതിയ പുതിയ ഒരാൾക്കാരെ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ചെറിയൊരു രീതിയിൽ റിവിഷൻ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം അല്ല, ക്ലാസ്സിൻ്റെ ഒരു 10 മിനിറ്റൊക്കെ എന്ത് ചെയ്യാം, അതിനും കൂടെ സമയം കൊടുക്കുക. അതല്ലാതെ ഒരാൾക്ക് വേണ്ടിയിട്ടൊന്നും നമ്മൾ മൊത്തത്തിലാക്കുന്ന പ്രയാസമാണ്. ഒരു 6-7 ആൾക്കാരൊക്കെ കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കാം, കൊണ്ടുവരിക ഇൻഷാ അല്ലാഹ് പുതുതായിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയും ചോദിക്കും ഇഖ്ഫാൻ്റെ അക്ഷരങ്ങൾ പറയാൻ നോക്കുക. അപ്പോൾ എവിടെയാണ് ഇൻഷാ, അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിയമം പറയുന്നത്. അപ്പോൾ ഇവിടെ ഇഖ്ഫാ വന്നുകൊണ്ട് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? മറച്ചു മണിക്കണം. എങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല? നൂനിനെ വ്യക്തമാക്കാൻ പാടില്ല. ഇൻഷാ നോതരുത്. പിന്നെ എന്ത് ചെയ്യണം? ഇൻഷാ നൂനെ മറിച്ച് ഓതണം. അതേപോലെ തന്നെ ഷാ എന്നുള്ളിടത്തും ഏത് മദ്ദാ ഉള്ളത്? മദ് ഫറഇ. മദ് ഫറഇ ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഏതൊക്കെയാ? ഹുറൂഫുൽ മദ്ദിന് ശേഷം എന്തൊക്കെ വന്നാലാ മദ് ഫറഇ ആകുക? ഹംസ, സുക്കൂൻ, ഷദ്. 3 കാരണങ്ങൾ വന്നാൽ, 3-1 കാരണം ഹംസ, സുക്കൂൻ, ഷദ്. ഇവിടെ വന്നിരിക്കുന്ന കാരണം ഏതാ? ഹംസയാണ് ഹുറൂഫുൽ മദ്ദിന് ശേഷം. അതുകൊണ്ട് എന്ത് ചെയ്യണം? കുറച്ചധികം നീട്ടണം. ഇനി നമ്മൾ കുറേ നാളായിട്ട് പറയാത്തൊരു നിയമം വരാൻ പോവുക. ഏതാ? അള്ളാഹ് എന്ന പദത്തിലെ നിയമം. സിമ്പിൾ നിയമമാണ്. എന്താ നമ്മളെ നിയമം? അള്ളാഹ് എന്ന പദത്തിനെ കനപ്പിക്കണ ലഘുവാക്കണം. 2 അവസ്ഥകളാണുള്ളത്. കനപ്പിക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ലാമിന് അള്ളാഹ് എന്നുള്ള സൗണ്ടിൽ ഉച്ചരിക്കുന്നതിനാണ് എന്തെന്ന് പറയുക? കനപ്പിക്കുക എന്ന് പറയുക. ലഘുവാക്കുക എന്ന് പറഞ്ഞാലോ ലാമിൻ്റെ സൗണ്ടിൽ തന്നെ ഉച്ചരിക്കുന്നതിന്. ഓരോ നിയമങ്ങളിൽ കനപ്പിക്കുന്നതിന് ലഘുവാക്കിന് വ്യത്യാസമുണ്ട്. റായിൻ്റെ നിയമത്തിൽ കനപ്പിക്കുന്നതിന് നമ്മൾ എന്താ പറയുന്നത്? റായിൻ്റെ സൗണ്ടിൽ ഉച്ചരിക്കുന്നതിനാണ് എന്തെന്ന് പറയുക? കനപ്പിക്കുക എന്ന് പറയുക. ലഘുവാക്കുക എന്ന് പറഞ്ഞാലോ രാ എന്നുള്ള സൗണ്ടിൽ ഉച്ചരിക്കുന്നതിന്. ഇപ്പം ഇവിടെ എന്ത് ചെയ്യണം? അള്ളാഹ് എന്ന പദത്തിൽ ലാമിനെ കനപ്പിക്കണോ ലഘുവാക്കണോ? ഇവിടെ എന്താ കാരണം? മുമ്പുള്ള അക്ഷരത്തിന് എന്തൊക്കെ വന്നാലാണ് കനപ്പിക്കേണ്ടത്? ഫതഹും ലമ്മും വന്നു കഴിഞ്ഞാൽ അള്ളാഹ് എന്ന പദത്തിലെ ലാമിന് മുമ്പുള്ള അക്ഷരത്തിന് ഫതഹോ ലമ്മോ വന്നാൽ കനപ്പിക്കണം. തൊട്ട് മുമ്പ് കസർ വരികയാണെങ്കിൽ, ഇവിടെ നോക്കിയ ഷാ അള്ളാഹു എന്ന് പറയുമ്പോൾ ലാമിന് മുമ്പ് ഏത് ഹർക്കത്താണ് വന്നിരിക്കുന്നത്? ഏത് അക്ഷരത്തിന് ഫതഹ വന്നിരിക്കുന്നത്? ഹംസയ്ക്ക്. ഓക്കെ, അതുകൊണ്ട് കനപ്പിച്ച് എന്ത് ചെയ്യണം? അള്ളാഹു എന്ന് ഓതണം. പിന്നെ അള്ളാഹ് എന്ന പദത്തിൽ വേറൊരു നിയമം നമ്മൾ സാധാരണ പറയുന്നൊരു നിയമമുണ്ട്. എന്ത്? മദ് അസ്ലി. അതിപ്പോൾ നമ്മൾ തൽക്കാലം സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് അത് പറയുന്നില്ല എന്ന് മാത്രം. ഫതഹോ ലമ്മോ ഹർക്കത്ത് അടിസ്ഥാനപരമായിട്ട് 3 ഹർക്കത്തല്ലേ ഉള്ളത്. അതിൽ കനം കൂടിയ ഹർക്കത്ത് ഏതൊക്കെയാണ്? ഫതഹും ലമ്മും. അത് വന്നു കഴിഞ്ഞാൽ കനപ്പിക്കണം. കസർ വന്നു കഴിഞ്ഞാൽ ലഘുവാക്കണം. പല സ്ഥലങ്ങളിലും കസർ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ലഘുവാക്കുന്നത്. ഇപ്പോൾ റായിൻ്റെ നിയമത്തിലും കസർ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഉണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അങ്ങനെ പ്രത്യേകം അങ്ങനെ ചിന്താഗതിയുള്ള ആൾക്കാർ തന്നെ ഉണ്ട്. ഇല്ലല്ല ഇല്ലല്ല എന്നുള്ളതിന് ഇല്ലല്ല എന്ന് പറയും. ഓക്കെ,
അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? അള്ളാഹു എന്ന് കനപ്പിച്ചോദനം. അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം? അള്ളാഹുലെ ലാമിനെ ഒരു അലിഫ് നീട്ടണം. ഇവിടെ നമ്മൾ ഫത്തഹ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പക്ഷെ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യണം? നീട്ടി ഓതണം. അള്ളാഹു എന്ന് പറയും. ഇനി സ്വാബിറൻ എന്നുള്ളടത്ത് സ്വാദിൽ അറിയാം, മദ്ദ അസ്ലിയാണ്, തൽക്കാലം ഒഴിവാക്കാണ്. സ്വാബിറൻ, സ്വാബിറൻ എന്നുള്ളടത്ത് റായിന് ഇരട്ട ഫത്തഹ വന്നതുകൊണ്ട് എന്ത് ചെയ്യണം? കനപ്പിക്കണം. അതിനു പുറമെ തൻവീൻ വന്നതുകൊണ്ട് അവിടെ എന്തായാലും ഒരു നിയമം ഉണ്ടാവും. തൻവീന് ശേഷം ഏത് അക്ഷരം അവിടെ വന്നിരിക്കുന്നത്? വാവാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സാക്കിനായ നൂനിനോ തൻവീനോ ശേഷം വാവ് വരികയാണെങ്കിൽ നിയമം ഏതാ? മാഷ ഇദ്ഗാമും ബിഗുന്ന. എത്ര അക്ഷരം ഇദ്ഗാം ബിഗുന്നൊക്കെ ഉള്ളത്? ഏതൊക്കെയാ? വാ എന്ന അക്ഷരമില്ല, വാവ്, 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 മീം, നൂൻ, യാ, വാവ്, മീം, നൂൻ. ഈ 4 അക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും അക്ഷരം സാക്കിനായ നൂനോ തൻവീനോ ശേഷം വന്നാൽ നിയമത്തിൻ്റെ പേര് ഇദ്ഗാമും ബിഗുന്ന. എന്താ ചെയ്യേണ്ടത്? ഇദ്ഗാം ബിഗുന്ന വന്നാൽ മണിച്ചു കൂട്ടിച്ചേർക്കണം. അപ്പോൾ ഇവിടെ എങ്ങനെ ഓതണം? റൗവ. എങ്ങനെ? റൗവ. വ അല്ല, റൗവ. ഓക്കെ. ഇനി വല, വല ആസി. ഇവിടെ നോക്കിയേ, ലാമിൽ ഏത് മദ്ദ ഉള്ളത്? മദ് ഫറഇ. മദ് ഫറയിൽ തന്നെ ഏത് വിഭാഗമായിട്ട് വരും? മുൻഫസിലോ മുത്തസിലോ? അപ്പൊ മുത്തസിൽ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഹംസ വന്നാലേ. മുത്തസിലും മുൻഫസിലും വ്യത്യാസം എവിടെ വരുന്നത്? സെയിം പദത്തിലാണോ അടുത്ത പദത്തിലാണോ എന്ന് എടുത്ത് ഹംസ വരുന്നത്? ഇത് വല ആസി എന്നുള്ള സെയിം വേർഡാണോ അതോ വായിലല്ല? നമുക്ക് ലാ ആസിയ നോക്കേണ്ടത്, വ ലാ അല്ല. ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസ വരുന്നത് നെക്സ്റ്റ് പദത്തിലാണോ? ഓക്കെ, അതാണ്. ഇത് മുത്തസിലല്ല, മുൻഫസിൽ തന്നെയാണ്. ഓക്കെ, ലാ വേറെയും ആസി വേറെയാണ്. അപ്പോൾ മുൻഫസിലാണ്. അപ്പോൾ എന്ത് നീട്ടി ഓതണം? വലാ ആസി, വലാ ആസി. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഐൻ സുക്കൂൻ വരുന്നതുകൊണ്ട് എന്ത് ചെയ്യരുത്? കൽക്കല ചെയ്യരുത്. ആസി അല്ല, ആസി. എനിക്ക് പഠിക്കുന്ന കാലത്ത് ഐൻ സുക്കൂൻ ഭയങ്കര പ്രശ്നമായിരുന്നു തുടക്ക സമയത്ത്. പറയാൻ പാടില്ലാത്ത ചില കാര്യമുണ്ട്, വീഡിയോയുണ്ട്. അതന്നെ. നിങ്ങൾക്ക് അലാക്കിൽ തക്ഫീഹിൽ ഇഷാറ. ഞാൻ അവസാനം എണ്ണുമായിരുന്നു എത്ര ഐൻ സുക്കൂൻ ഉണ്ട്, അതനുസരിച്ച് എത്ര എനിക്ക് അടി കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ. അപ്പോൾ ഇവിടെ കൽക്കൽ ചെയ്യാതെ എന്ത് ചെയ്യണം? സി എന്ന് ഓതണം. സി. അതിൻ്റെ സൗണ്ട് ശരിയാവണം, കൽക്കൽ വരാനും പാടില്ല. സി, സിമ്പിളായിട്ട്. പിന്നെ സ്വാദിൽ മദ് അസ്ലി ഉണ്ടോ ലൽഫ് നീട്ടുക. ലക്ക അമ്രൻ. ലക്കയിൽ പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. അമ്രൻ എന്നുള്ള സ്ഥലത്ത് എത്ര നിയമങ്ങൾ വരും? അമ്രൻ 2. പിന്നെ വഖഫായിട്ട് ബന്ധപ്പെട്ടൊരു നിയമം കൂടി. അമ്രൻ എന്നുള്ള സാക്കിനായ മീമ് വന്നിട്ടുണ്ട്, അതാണ് പ്രധാനപ്പെട്ട നിയമം. ആ സാക്കിനായ മീമിന് ശേഷം ഏതക്ഷരം വന്നിരിക്കുന്നത്? റാ വന്നിരിക്കുന്നു. എന്താ നിയമത്തിൻ്റെ പേര്? ഇൽഹാർ മാത്രമല്ല, ഇൽഹാർ ഷഫവി. ഇൽഹാർ ഷഫവി. ബാ മീം അല്ലാത്ത ഏത് അക്ഷരം സാക്കിനായ മീമിന് ശേഷം വന്നാലും ഇൽഹാർ ഷഫവിയാണ്. എന്താ ചെയ്യേണ്ടത്? ഇൽഹാർ ഷഫവി വന്നാൽ എങ്ങനെ വ്യക്തമാക്കണം? മണിക്കാതെ വ്യക്തമാക്കണം, മണിക്കാതെ വ്യക്തമാക്കണം. അപ്പം അമ്രൻ. ഇനി റാഇന് ഇരട്ട ഫതഹ് വന്നതുകൊണ്ട് നീ കനപ്പിക്കണം. ആയത്തിൻ്റെ അവസാനം ആയതുകൊണ്ട് ആയത്തിൻ്റെ അവസാനം ഇരട്ട ഫതഹ് വന്നതുകൊണ്ട് ഒരലിഫിൻ്റെ അളവ് നീട്ടി അമ്ര എന്നെന്ത് ചെയ്യണം? ഓതണം. ഓതി നോക്കാം. قال ستجدني إن شاء الله صابرا ولا أعصي. കിട്ടുമോ? 2 മദ്ദൊക്കെ നീട്ടി കിട്ടുമോ? ഒന്നും കൂടെ. قال ستجدني إن شاء الله صابرا ولا أعصي لك أمرا. 3 മദ് ഫറഇ ഉണ്ട് കേട്ടോ. 3 മദ് ഫറഇ ഈ ആയത്തിലുണ്ട്. ഒന്നും കൂടി. قال ستجدني إن شاء الله صابرا ولا أعصي لك أمرا. സ്വാബിറം വലയും ശ്രദ്ധിക്കണം. എപ്പോഴും ചില ആൾക്കാർ സ്വാബിറം വാ എന്ന് പറയുന്നുണ്ട്. വാ അല്ല, സ്വാബിറം വാ. ചുണ്ട്. ആസീലക അമ്ര. മതിയോ? നീ ഓദിപ്പിക്കട്ടെ? ഞാൻ ഓതി തുടങ്ങിക്കോ. قال ستجدني إن شاء الله
الله صابرا ولا أعصي لك أمرا. മാഷാ അല്ലാഹ്. قال നിങ്ങൾ ഒരുമിച്ച് ഇതാക്കണമെന്നില്ല, മുറിച്ച് മുറിച്ച് ചോദ്യം. قال ستجدني إن شاء الله صابرا ولا أحصي لك أمرا. രണ്ട് കാര്യങ്ങളാണ് പ്രധാനം ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, ഇൻഷാ അള്ളാഹു കഴിഞ്ഞിട്ട് സ്വാദിന് ശ്രദ്ധയില്ല. അള്ളാഹു സ്വാബിറൻ എന്നല്ല, അള്ളാഹു സ്വാബിറൻ. സിമ്പിളായിട്ട് എന്നിട്ടൊന്നും ഉപയോഗിക്കുക. إن شاء الله അള്ളാഹു സ്വാബിറൻ അല്ല, ഹുസ്വാ ഹുസ്വാ ഹുസ്വാ. الله الصابر. നിങ്ങൾ വ്യത്യാസം മനസ്സിലായോ? നിങ്ങൾ പറയുമ്പോൾ ഹുസ്വ സ്വാദിന് കനം കൊടുക്കുന്നുണ്ട്. അങ്ങനെ പറയുന്നത് ഹുസ്വ ഹുസ്വയാണ്, ഹുസ്വ അല്ല ഹുസ്വ. ഇൻഷാ അള്ളാഹു സ്വാബിറൻ. സിമ്പിളായിട്ട് പോകണം.